ഡാഡി മമ്മി എവിടെ ഡാഡി? മമ്മി കുളിക്കണം. ഡാഡി എനിക്ക് വിശക്കുന്നു ഡാഡി. അയ്യോ ഡാഡി എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ. ഇത്രയും വലിയ ആളുകൾ കരയോ? കുട്ടിയിലല്ലേ ഡാഡി കരയത്തുള്ളൂ? ഡാഡി എനിക്ക് വിശക്കുന്നു. മമ്മി മിനിമോക്ക് വിശക്കുന്നു. മമ്മി കഥവ് തുറക്കും. മമ്മി മമ്മി മിനിമോക്ക് വിശക്കുന്നു. മമ്മി മമ്മി കഥവ് തുറക്കും. മമ്മി ഡാഡി മമ്മി കഥവ് തുറക്കുന്നില്ല. മിനിമോക്ക് വിശക്കുന്നു. മമ്മി കഥവ് തുറക്കും. മമ്മി 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 കഥവ് തുറക്കും. മമ്മി മിനിമോക്ക് വിശക്കുന്നു. മമ്മി മമ്മി കഥവ് തുറക്കും. മമ്മി അയ്യേ എന്താ മമ്മി ഇത്? സാരി മാറാതെയാണോ കുളിക്കുന്നത്? ഡാഡി ഇത് കണ്ടോ? ഈ മമ്മിക്ക് ഒരു ബുദ്ധിയില്ല. മമ്മി വിശക്കുന്നു. ചോറ് താ മമ്മി. മമ്മി മിനിമോക്ക് വിശക്കുന്നു. മമ്മിയെ ശല്യപ്പെടുത്താമോ? മമ്മി മമ്മി ഇന്നലെ രാത്രി മിനിമോൾ ഒരു സ്വപ്നം കണ്ടു. പള്ളിയിലൊക്കെ വലിയ നഖമുള്ള കുറെ ചെറുത്തന്മാര് കൂടി മമ്മിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. മമ്മി കിടന്ന് കരഞ്ഞു. പക്ഷെ ചെറുത്തന്മാര് മമ്മി എടുത്തോണ്ട് പോയി. മിനിക്കുട്ടി പേടിച്ച് കരഞ്ഞു. മമ്മി അറിഞ്ഞോ, നമ്മുടെ രവി സാറും ഭാര്യയും കൂടി സിനിമയ്ക്ക് പോയിട്ട് വരുന്ന വഴി 2 റൗഡികൾ ചേർന്ന് രവി സാറിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ആ വിവരം പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഞാനാണ് രവി. എന്താ
നിന്റെ ശരീരത്തെ അല്ല, മനസ്സിനെയാണ് ഞാൻ സ്നേഹിച്ചത്. നീ ആത്മഹത്യ ചെയ്യരുതെന്ന്. നീ മരിച്ചാൽ പിന്നെ എനിക്കാരുമില്ല, എനിക്കാരുമില്ല എന്തു, എനിക്കാരുമില്ല. എന്താ കാര്യം? ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ നിരവധിയാണ്. 317 ഇവരെ പിടിച്ചാത്താക്കി. ഹലോ രവി ഹിയർ. ഒരാൾ അറസ്റ്റ് ചെയ്തു. കാർ നമ്പർ MMF 3532. പോലീസ് പിടിച്ചു. മിസ്റ്റർ രവി, നിങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ശരിയാ, പക്ഷേ ഞാനും എന്റെ ഭാര്യയും വീണ്ടും അവഹേളിക്കപ്പെടാൻ മാത്രമേ ഈ കേസ് ഉപകരിക്കൂ. കഴിയുന്നതും കേസും ബഹളമൊന്നുമില്ലാതെ ഒതുക്കി തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലേ നല്ലത്. രവിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും വലിയ വൃത്തികേട് കാണിച്ച അക്രമികളെ വെറുതെ വിടുകയെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപരാധം. ഇനി മേലാൽ ഈ തെറ്റാരും ആവർത്തിക്കാൻ പാടില്ല. അതിനുവേണ്ടി കൂടിയാണ്. സാറിന് ഇഷ്ടം പോലെയാകാം, പക്ഷെ സാർ ഒന്നും ഓർക്കണം, കുറെ അക്രമികളാൽ അവമാനിതയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഭർത്താവാണ് സാർ ഞാൻ. ആ ദുഃഖം ഒരുപക്ഷെ സാറിന് മനസ്സിലാവില്ല. ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് സാർ ഇത്. അതിനും പുറമെ കോടതിയിൽ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് വക്കീലന്മാർ കുത്തി കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഞാനും എന്റെ ഭാര്യയും തലകുറിച്ച് നിൽക്കേണ്ടി വരും. മിസ്റ്റർ രവി, 20 വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സേവനമനുഷ്ഠിച്ചവനാണ് ഞാൻ. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടേ മതിയാവും. സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. പണ്ടാരോ പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി വേദന അനുഭവിച്ചല്ലേ മതിയാവും. ഓക്കെ സാർ, സാർ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം. ഷീസ് ഓക്കെ. ഇല്ല, ഞാൻ കോടതിയിൽ വരില്ല. ഇന്ദു, എന്നെ കൊണ്ട് വയ്യരുവേണ്ട. ഞാൻ അനുഭവിച്ച വേദനകൾ പോരാഞ്ഞിട്ടാണോ ഇനി കോടതിയിൽ വെച്ചുകൂടി? ഇല്ല, ഞാൻ വരില്ല. അവരെ വെറുതെ വിടാൻ പാടില്ല ഇന്ദു. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. ലോകത്തൊരു സ്ത്രീക്കും ഇനി ഇങ്ങനെ സംഭവിച്ചുകൂടാ. അല്ലെങ്കിൽ നീ പറയൂ, ഞാൻ പോയി അവരെ കൊന്നിട്ട് വരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ ഇവർക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ വന്നതാണ്. ഇതിലൊന്ന് ഒപ്പിട്ട് തന്നെ. ഗോപാലൻ നായരെ, അവനെ കൂടി ഇനി വിളിക്കൂ. സാർ. ഇതിലൊന്ന് ഒപ്പിട്ട് തന്നെ. താങ്ക് യു സർ. എത്ര രൂപ വേണേലും ആയിക്കോട്ടെ സാർ, പക്ഷെ നമുക്ക് കേസ് ചെയ്യും. ഡോൺ വറി, കേസ് ജയിക്കുന്ന കാര്യം ഞാനില്ല. പക്ഷെ നമുക്ക് ഏബിളായിട്ടുള്ള ഒരു സാക്ഷി വേണം. ഇവിടെ ഓൾ കേരള അബ്ദു എന്ന് പേരായ
കള്ളസാക്ഷി പറയുന്ന ഒരാളുള്ളൂ. പോൾ കേരള അബ്ദു അയാൾ എവിടെ ചെന്നാ കാണാൻ പറ്റും സാർ? മാർക്കറ്റിനടുത്ത് അവന്റെ വീട്. അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അവന്റെ വീട് കാണിച്ചു. അപ്പോൾ അവനെ പിടിച്ചാൽ മതിയല്ലോ. അത് ഞങ്ങളേറ്റു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, എല്ലാം പറഞ്ഞതുപോലെ. നീയാണോടാ ആൾ കേരള അബ്ദു? അതെ, എന്താ കാര്യം? ഒരു കേസുണ്ട്, അതിന് സാക്ഷി പറയണം. കള്ളസാക്ഷി പറയുന്ന പണിയാൻ നിർത്തിയല്ലോ. ആർക്കാണെന്ന് അവന്റെ വിചാരം? ഏത് ദേവേന്ദ്രനായാലും. ഇത് കൊച്ചു മുതലാളിക്ക് വേണ്ടിയാ. ഏതാണോ എന്റെ കൊച്ചുമുതലാളി? ഓഹോ, കൊച്ചുമുതലാളി ആരാണെന്ന് അറിഞ്ഞാലേ നീ പറയത്തുള്ളോ? അവന്റെ തന്ത വലിയ മുതലാളി ഉണ്ടല്ലോ, അയാൾ വിളിച്ചാൽ അബ്ദു വരികയല്ല, പിന്നെ അവന്റെ കൊച്ചുമുതലാളി. എങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും, അത് തീർച്ച. പട്ടികളെ ഒരടി മുമ്പോട്ട് വെച്ച എല്ലാത്തിന്റെ മയ്യത്തേനെടുത്തി ചോരണ്ടേ കൊണ്ടുപോടാ.